എന്റെ തലയെ മനുഷ്യ മധ്യ ഉയർത്തിടും. യഹൂദാ ഗോത്രത്തിൻ സിംഹമേ, എന്റെ തലയെ മനുഷ്യ മധ്യ ഉയർത്തിടും. യഹൂദാ ഗോത്രത്തിൻ സിംഹമേ, ആരാധ്യൻ ആരാധ്യൻ, സർവസ്വർഗഭൂമികൾക്കും ആരാധ്യൻ. ആരാധ്യൻ ആരാധ്യൻ, സർവസ്വർഗഭൂമികൾക്കും ആരാധ്യൻ. വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം ഉയർത്തുക. വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം ഉയർത്തുക. പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാ യോഗ്യനാ. പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാ യോഗ്യനാ. സ്വർഗത്തിൽ കേൾക്കുന്ന ശബ്ദമിത്, സ്വർഗത്തിൽ കേൾക്കുന്ന ശബ്ദമിത്. സിംഹാസനത്തിന്റെ നടുവിലും മുപ്പന്മാരുടെ നടുവിലും, സിംഹാസനത്തിന്റെ നടുവിലും മുപ്പന്മാരുടെ നടുവിലും കാണാമൊരു കുഞ്ഞാടിനെ, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ. കാണാമൊരു കുഞ്ഞാടിനെ, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ. വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം ഉയർത്തുക. വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം ഉയർത്തുക. കർത്താവിന്റെ ശ്രേഷ്ഠനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഓരോ മണിക്കൂറുകളിലും അല്ലെങ്കിൽ ഓരോ നിമിഷവും നമ്മൾ ദൈവദിനം കേൾക്കുമ്പോൾ ദൈവിക ഉദ്ദേശത്തെ അതെന്നോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. യേശുവിൻ്റെ സുവിശേഷ വേലയുടെ കാലം നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. കർത്താവ് പിതാവിന്റെ ഉദ്ദേശത്തോടു കൂടിയാണ് ഓരോ പ്രാവശ്യവും ഓരോ ഇടങ്ങളിൽ പോയിരുന്നത്. ഓരോ പ്രാവശ്യവും സുവിശേഷം പറഞ്ഞത് പിതാവിന്റെ ഉദ്ദേശത്തോടു കൂടിയാണ്, ഉദ്ദേശം അനുസരിച്ചാണ്. അതേ ഉദ്ദേശം തന്നെയാണ്, ദൈവിക പദ്ധതി തന്നെയാണ് സ്വർഗം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നെ നിങ്ങളെയും കർത്താവ് വിളിക്കുമ്പോൾ അതേ ഉദ്ദേശം, എങ്ങനെയാണോ യേശുവിനെ അയച്ചത് അതേപോലെയാണ് നമ്മളെ ഓരോരുത്തരെയും അയച്ചിരിക്കുന്നത്. ആ ഉദ്ദേശത്തിലേക്ക് വരേണ്ടതിന് ദൈവജനം നമ്മളോട് സംസാരിക്കുവാനിടയാകും. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ അത് നിങ്ങളോട് സംസാരിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. When I was started to preach in English, ഞാൻ ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ ആഗ്രഹിച്ച സമയത്ത് I copy some words from English preachers. ഞാൻ ഇംഗ്ലീഷ് ശുശ്രൂഷകരിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കോപ്പി ചെയ്തെടുത്തായിരുന്നു. One of the thing I copy from other pastors, മറ്റു പാസ്റ്റർമാരിൽ നിന്ന് ഞാൻ കോപ്പി ചെയ്ത ഒരു കാര്യം, give a clap offering to Lord. അത് ദൈവത്തിന് കരങ്ങളടിച്ച് ദൈവത്തെ ഒരു യാഗം കൊടുക്കണമെന്നാണ്. Listen, but the last 2 weeks before I heard a message from Pastor Chris. പാസ്റ്റർ ക്രിസിന്റെ ഇന്ന് 2 ആഴ്ച മുമ്പ് ഞാൻ ഒരു മെസ്സേജ് കേൾക്കുവാനിടയായി. He asked me a question. He asked me a question while he was preaching. പ്രസംഗിക്കുന്ന സമയത്ത് കർത്താവിന്റെ ദാസൻ ഒരു ചോദ്യം ചോദിക്കുവാനിടയായി. Hallelujah. Did you see any word in the Bible in like a clap offering? കർത്താവിന്റെ ദാസൻ ക്രിസ്തു ചോദിച്ചു, നിങ്ങൾ ബൈബിളിൽ എവിടെയെങ്കിലും കൈകളടിച്ച് യാഗം അർപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് എവിടെയെങ്കിലും നിങ്ങൾ വായിക്കാൻ ഇടയായിട്ടുണ്ടോ? There is any offering, such kind of offering like that? അങ്ങനെ എന്തെങ്കിലും ഒരു ഓഫറിംഗ് ഉണ്ടത് നിങ്ങൾ ബൈബിൾ കണ്ടിട്ടുണ്ടോ? He asked an example. He said an example. അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു. While you are staying with camels, can you offer a camel to God? നിങ്ങൾ ഒട്ടകത്തിന്റെ കൂടെ വസിക്കുന്ന സമയത്ത് ഒരു യാഗമായിട്ട് ഒട്ടകത്തെ ദൈവത്തിന് കൊടുക്കാൻ പറ്റുമോ? So camels are available, so that's why the best camel can I offer to God. ഒട്ടകം ആ സമയത്ത് നമുക്ക് കിട്ടാൻ ഏറ്റവും നല്ലതായതുകൊണ്ട് അതിനെ നമുക്ക് ദൈവത്തിന് കൊടുക്കാൻ പറ്റുമോ? Valuable one also. അത് ഒരു വിലയുള്ളതാണോ?
God receive the offering or not? ആ ദൈവം ആ ഓഫറിംഗ് സ്വീകരിക്കോ ഇല്ലയോ? According to the word, there is no camel offering. വചനപ്രകാരം അങ്ങനെ ഒരു ഒട്ടകത്തിന്റെ ഓഫറിംഗ് ഇല്ല. The God give us some animals and bird to offer. ദൈവം ചില പക്ഷികളെയും മൃഗങ്ങളെയും ഓഫറിംഗ് വേണ്ടി തന്നിട്ടുണ്ട്. Beyond that, we can't do anything. അതിന്റെ അപ്പുറത്തായിട്ട് എനിക്കൊന്നും ചെയ്യാനായി സാധിക്കത്തില്ല. That words, that animals only God receive. ആ പക്ഷിയെയും മൃഗങ്ങളെയും മാത്രമേ ദൈവം സ്വീകരിക്കുകയുള്ളൂ. Are you listening to me? The same way, God can't receive your clap offering. God can receive only your praise offering. Amen. അതുപോലെ തന്നെ നിന്റെ കൈയടിച്ചുള്ള ഓഫറിംഗിനെ ദൈവം സ്വീകരിക്കത്തില്ല. This is not offering. സ്തുതിയായിട്ടുള്ള ഓഫറിംഗ് മാത്രമേ This is not offering. കൈയടിക്കുന്ന ഒരു ഓഫറിംഗ് അല്ല. This is not offering. അതൊരു ഓഫറിംഗ് അല്ല. While we see some things exciting you can clap. നമുക്ക് എന്തെങ്കിലും ഒരു എക്സൈറ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ തോന്നിയാൽ നമുക്ക് കരങ്ങൾ അടിക്കാം. While you are excited with God, you have to say praise or praise him and worship him. Amen. നമ്മൾ ദൈവത്തോട് എന്തെങ്കിലും ആശ്ചര്യപ്പെട്ടാണ് ചില കാര്യങ്ങൾ പെട്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയാണ് വേണ്ടത്. Open your mouth and say hallelujah. വാ തുറന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Today, from where I am going to start, ഞാൻ തുടങ്ങാൻ പോകുന്നത്, so it's all about soul winning. അത് ആത്മാക്കളെ നേടുന്ന This കാര്യങ്ങൾ. is a year of soul winning too. ഇത് ഒരു ആത്മാക്കളെ നേടുന്ന വർഷം I കൂടിയാണ്. believe each of our believer going to win a soul. Amen. ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ഓരോ വിശ്വാസികളും ആത്മാക്കളെ നേടാനായി While I പോകുന്നു. was preparing the soul winning message in the new year, ഞാൻ ആത്മാക്കളെ നേടാനുള്ള മെസ്സേജ് ന്യൂ ഇയറിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് I felt most of the people are saying excuses about soul winning. പല വിശ്വാസികളും ആത്മാക്കളെ നേടുന്ന കാര്യത്തിൽ എക്സ്ക്യൂസുകൾ പറയുന്നതാണ് എനിക്ക് അറിയാം. Most of the time they say, I don't know how to preach. കൂടുതൽ ആൾക്കാരും പറയുന്നത് എനിക്ക് എങ്ങനെ പ്രസംഗിക്കണമെന്ന് അറിയത്തില്ല. I don't know how to share. എങ്ങനെ എന്റെ കാര്യങ്ങൾ അത് പങ്കുവെക്കണമെന്ന് അറിയത്തില്ല. I don't know how to introduce myself. എന്നെ തന്നെ എങ്ങനെയാണ് അവരെ പരിചയപ്പെടുത്തേണ്ടതെന്ന് എനിക്കറിയത്തില്ല. I don't know how to begin. എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയത്തില്ല. It's not a matter, you know. അതൊരു പ്രശ്നമേ അല്ല. One day I remember I was a new beginner. ഞാനൊരു പുതിയ വ്യക്തിയെ സുവിശേഷം പറയാൻ തുടങ്ങുന്ന സമയത്ത്, it's 90 after my church, 2002 or something. 2002 ശേഷം one day I want to go to my native place, Thrissur. ഞാൻ എൻ്റെ ജന്മസ്ഥലമായ തൃശ്ശൂരിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചു. Normally I use the train, most avoid the car. ഞാൻ സാധാരണ ട്രെയിനിലാണ് പോകുന്നത്, കാർ ഉപയോഗിക്കാൻ സാധാരണ ഇല്ല. But that day God instructed to me go by bus. പക്ഷെ ആ ദിവസം എൻ്റെ അടുത്ത് കർത്താവ് പറഞ്ഞു, നീ ബസ്സിൽ പോകണമെന്ന്. If I go by bus, I like to go in the night. ഞാൻ ബസ്സിൽ പോകാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ രാത്രിയിലാണ് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. Because we don't have an air conditioned buses here. കാരണം അന്നാളിൽ എയർ കണ്ടീഷൻ ബസ്സുകൾ ഇല്ല, 20 വർഷങ്ങൾക്ക് മുമ്പ്. But God instructed me to go to 11 o'clock in the morning. പക്ഷേ ദൈവം എൻ്റെ അടുത്ത് പറഞ്ഞ രാവിലെ 11 മണിക്ക് യാത്ര ചെയ്യാൻ. I felt like that. എനിക്ക് അങ്ങനെ മനസ്സിലായി. I take a bus to Ayur. ഞാനൊരു ബസ് ആയൂരിലേക്ക് യാത്ര ചെയ്തു. I am waiting for another bus to Thrissur. ഞാൻ ആയൂരിൽ നിന്നിട്ട് അടുത്ത തൃശ്ശൂരിലേക്ക് ബസ്സിന് വേണ്ടി കാത്തു നിന്നു. A Guruvayur bus came. ഒരു ഗുരുവായൂർ ബസ് വന്നു. So I feel to go get inside. ഞാൻ ആ ഗുരുവായൂർ ബസ്സിലേക്ക് കയറാൻ ശ്രമിച്ചു. But suddenly I feel it's not my bus. പക്ഷെ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ആ ബസ് എനിക്കുള്ളതല്ലെന്ന്. Another bus come. വേറൊരു ബസ് വന്നു. I don't feel to get in. അതിലും കയറണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നിയില്ല. The third bus came. മൂന്നാമത്തെ ബസ് വന്നു. It's a Kottayam bus. അതൊരു കോട്ടയം ബസ് ആയിരുന്നു. Direct to Thrissur. പക്ഷെ അത് തൃശ്ശൂരിലേക്ക് പോകുന്നത്. I felt to get in. പക്ഷെ എനിക്ക് അതിൻ്റെ അകത്ത് കയറണമെന്ന് തോന്നി. But while I was looking at the bus, it's crowded. No seat. ഞാൻ ആ ബസ്സിലേക്ക് നോക്കിയപ്പോൾ ആ ബസ് നിറച്ചു മാളാണ്, അതിൻ്റെ അകത്ത് സീറ്റ് ഇല്ല. But I felt to get in. പക്ഷെ എന്നാലും എനിക്കത് കയറണമെന്ന് തോന്നി. I get into the bus. ഞാൻ ആ ബസ്സിലേക്ക് കയറി. When I was getting, I asked the conductor, there is any chance to get seat? ഞാൻ ആ കണ്ടക്ടറോട് ചോദിച്ചു, എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ എനിക്കൊരു സീറ്റ് കിട്ടാൻ? He said, maybe you can go to the third bar, you know, let's say like iron bars inside the bus. Go to that place, maybe you can get the seat. Maybe that person is going to. ആ കണ്ടക്ടർ പറഞ്ഞു, ബസ്സിനകത്തുള്ള ആ മൂന്നാമത് ഇരിക്കുന്ന ആ കമ്പിയുടെ അടുത്തേക്ക് പോയി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. Next step, Kottarakara came. അടുത്ത സ്റ്റോപ്പായ കൊട്ടാരക്കര വരുന്ന സമയത്ത്. So when I was there, so many people get down from the bus, but where I stand, there is no chance to sit.
ഞാൻ പോയി നിന്ന് ആ മൂന്നാമത്തെ കമ്പിയുടെ അടുത്ത് നിന്ന് ഞാൻ അവിടെ നിൽക്കാനിടയായി. പക്ഷേ അതിന്റെ പുറകിലുള്ള പല ആൾക്കാരും അതിനു മുമ്പേ ഇറങ്ങി പോകാനിടയായി. Again it's become very crowded. വീണ്ടും അതിന്റെ അകത്ത് ആൾക്കാർ കയറി. എനിക്ക് There സീറ്റ് is no കിട്ടിയില്ല. chance to sit. എനിക്ക് ഇരിക്കാനായിട്ട് സീറ്റ് കിട്ടിയില്ല. So while I was in Kottarakara, the people push me, so I go in the front. ഞാൻ കൊട്ടാരക്കര എത്തിയ സമയത്ത് ആൾക്കാർ Second row. ഞാൻ കൊട്ടാരക്കര എത്തിയ സമയത്ത് ആൾക്കാർ എന്നെ തള്ളുവാനിടയായി. ഞാൻ ആ സെക്കൻഡ് റോയുടെ അടുത്തേക്ക് ഞാൻ നീങ്ങിപ്പോയി നിന്നു. In a KSRTC, there is a 2-seat bus and 3-seaters. നിങ്ങൾക്കറിയാം KSRTC ബസ്സിൽ 2 സീറ്റുള്ള സീറ്റും ഉണ്ട്, 3 സീറ്റുള്ള I am in സീറ്റും the ഉണ്ട്. second row. ഞാൻ രണ്ടാമത്തെ നിരയിലാണ് While I was നിൽക്കുന്നത്. standing in the second row, in the 2-seated second row, രണ്ടുപേരിരിക്കുന്ന ആ സീറ്റിന്റെ അടുത്ത് സെക്കൻഡ് റോയിൽ നിൽക്കുമ്പോൾ I feel to ask the person who is sitting, can you give me a little seat to sit with? ഞാൻ ആ രണ്ടുപേരിരിക്കുന്ന സീറ്റിൽ ആ രണ്ടുപേരിരിക്കുന്നതിന്റെ അടുത്ത് അവരോട് എനിക്കൊന്ന് ചോദിക്കാൻ തോന്നി, ഞാനും കൂടെ ഒന്ന് അവിടെ ഇരുന്നോട്ടെ. Look at me. അവരെന്നെ That time നോക്കുവാനിടയായി. also I am 85 kg, ആ സമയത്ത് എനിക്ക് 85 കിലോ ഉണ്ട്. How can you ask? I look like that. അവരെന്നെ നോക്കിയിട്ട് ചോദിക്കും, എങ്ങനെ ഞങ്ങളോട് ഇത് ചോദിക്കാനായി തോന്നിയെന്ന് ചോദിച്ചു. But another person, he is closer to me, he is respond, he say, you can sit like this. പക്ഷെ എന്റെ അടുത്ത് Little space, very little space. എന്റെ അടുത്ത് രണ്ടാമതിരിക്കുന്ന വ്യക്തി എന്നെ നോക്കിയിട്ട് പറഞ്ഞ്, ഇവിടെ വളരെ ചെറിയ സ്ഥലത്ത് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. While I was sitting, ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് suddenly a name came to my heart. ഒരു പെട്ടെന്ന് എനിക്കൊരു പേര് വെളിപ്പെട്ടു. I asked him, who is Maria? ഞാൻ ചോദിച്ചു, ആരാണ് മറിയ? He started to look at me. അദ്ദേഹം എന്നെ നോക്കുവാനിടയായി. He said, she is my mother. അമ്മ പറഞ്ഞു, അതെന്റെ അമ്മയാണ്. Suddenly other thought came to my heart. പെട്ടെന്ന് വേറൊരു ചിന്ത എന്റെ ഹൃദയത്തിലേക്ക് വന്നു. You are planning to suicide. പക്ഷെ നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകുകയാണ്. He cried out very loudly. അദ്ദേഹം വളരെ ഉച്ചത്തിൽ കരയുവാനായി തുടങ്ങി. This crowded bus. അതൊരു ബസ് നിറച്ചു ആൾക്കാരുള്ള ബസ്സാണ്. He was a Bible college student. While he was studying, he is in some financial issues. Because of the financial issues, he quarreled with mother and planning to suicide last night and going to Kottayam to suicide. അദ്ദേഹം ഒരു ബൈബിൾ കോളേജിൽ പഠിക്കുന്ന വ്യക്തിയാണ്. ഫിനാൻഷ്യൽ ഇഷ്യൂ കാരണം ആത്മഹത്യ ചെയ്യാനായി തീരുമാനിച്ചു. വീട്ടിൽ വഴക്കുണ്ടാക്കിയിട്ട് തലേന്ന് ആത്മഹത്യ ചെയ്യാനായി ശ്രമിച്ചു. ഇപ്പൊ കോട്ടയത്തേക്ക് യാത്ര ചെയ്യുന്നത് അവിടെ പോയി ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. It's a wonderful thing. While I was asking and sharing, he repented and received Christ, and he gave the seat to me and went back to his home. ഞാൻ ഇത് ചോദിക്കുന്ന സമയത്ത് അവൻ മാനസാന്തരപ്പെട്ടിട്ട് അത് ദൈവത്തെ അവൻ സ്വീകരിക്കാനിടയായി. അവൻ ആ സീറ്റ് എനിക്ക് വിട്ടു വന്നിട്ട് അവൻ ബാക്കിൽ പോയി നിൽക്കുവാനിടയായി. Can you imagine how God planned to save that soul? ആ ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടി ദൈവം എങ്ങനെയാണ് പ്ലാൻ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? God pushed me to travel by a bus. എന്നെയാണെങ്കിൽ നിർബന്ധിച്ച് ആ ബസ്സിൽ കയറുവാനായിട്ട് ദൈവാത്മാവ് ഇടയാക്കി. Even though I don't have a seat, God pushed me to the front row. How he pushed me to the front row and stand near to that person, and finally God saved that person. Amen. ആ ബസ്സിൽ യാതൊരു സ്ഥലവും ഇല്ലായിരുന്ന എന്നെ അതിനകത്ത് കയറ്റി എന്നെ അവിടുന്ന് തള്ളി രണ്ടാമത്തെ റോയുടെ അടുത്തേക്ക് കൊണ്ടുപോയി തീരെ സ്ഥലമില്ലാത്ത സ്ഥലത്ത് എന്നെ കൊണ്ട് ഇരുത്തി എന്നിട്ട് ആ മനുഷ്യനെ ദൈവം രക്ഷിക്കാനായിട്ട്. If I miss the inspiration of God, I miss the soul, maybe get into suicide. ഞാൻ എന്റെ ഇൻസ്പിറേഷൻ അതിനെ ഞാൻ വെറുതെ കളഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ആ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന വ്യക്തിയെ രക്ഷിക്കാൻ സാധിക്കില്ലായിരുന്നു. If you lose your chance to share the gospel of God, you are losing a soul, maybe is going to die because of some issues. നിങ്ങൾ സുവിശേഷം പറയാനുള്ള ചാൻസ് നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ചില ആൾക്കാരെ രക്ഷപ്പെടുത്തുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ ആ ചാൻസ് കളയുകയാണ്. Some people ask me, Pastor, how can I share the gospel? I don't know. ചില ആൾക്കാർ ചോദിക്കുന്ന കാര്യമുണ്ട്, എങ്ങനെയാണ് ഞാൻ സുവിശേഷം പറയുന്നത്, എനിക്കത് അറിയത്തില്ല. If you have a good husband, say to the neighbor, say to your person who you know or don't know, say to her, say to him, I have a good wife, I have a good husband. That is also testimony. നിങ്ങൾക്ക് നല്ലൊരു ഭർത്താവോ നിങ്ങൾക്ക് നല്ലൊരു ഭാര്യയോ ഉണ്ടെങ്കിൽ അതില്ലാത്തൊരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ ചെന്ന് പറയും, എനിക്ക് ദൈവം നല്ലൊരു ഭർത്താവിനെ നല്ലൊരു ഭാര്യയെ തന്നു. അതും ഒരു സാക്ഷ്യമാണ്. നിങ്ങളുടെ അടുക്കൽ വരുന്നയാൾക്ക് നിങ്ങൾക്ക് എന്താണോ പ്രശ്നമുള്ളത് അതിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിച്ചത്, അങ്ങനത്തെ ആളുകൾ മാത്രമേ നിങ്ങളുടെ അടുത്ത് വരത്തുള്ളൂ. ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങളുടെ വാ തുറന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മ അയാളോട് പറഞ്ഞാൽ മതി. ആ വ്യക്തി യേശുവിനാൽ തൊടപ്പെടും. Please stand up. Do you believe
God is going to anoint you to do the ministry, to soul winning, like soul winning. ആത്മാക്കളെ നേടുവാൻ വേണ്ടി ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്യുന്ന നിങ്ങൾ വിശ്വസിക്കുന്നു? Ministry of soul winning. ആത്മാക്കളെ നേടാനുള്ള ശുശ്രൂഷ. I am a soul winner. ഞാൻ ഒരു ആത്മാക്കളെ നേടുന്ന വ്യക്തിയാണ്. Don't think I am a preacher. ഞാനൊരു ശുശ്രൂഷകനല്ല. I'm not a preacher. ഞാനൊരു പ്രസംഗികനല്ല. I am a soul winner. ഞാനൊരു ആത്മാവിനെ നേടുന്നവനാണ്. Hallelujah. I work hard because I have a mind to win the soul. ഞാൻ വളരെ അധ്വാനിക്കുന്നുണ്ട്, കാരണം എനിക്ക് ആത്മാക്കളെ നേടണമെന്നുള്ളൊരു മനസ്സുണ്ട്. If I feel to share the gospel, I never think about my situations. എനിക്ക് സുവിശേഷം പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ സിറ്റുവേഷൻ ഞാൻ നോക്കാറില്ല. Whenever I win the soul, I saw so many persecutions, so many issues give pressure to me, my family, my life. I face a lot of things, but I still continue with the soul winning. ഞാൻ ആത്മാക്കളെ നേടാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നു. ഒത്തിരി പ്രശ്നങ്ങൾ എനിക്ക് പുറമേ നിന്ന് ആൾക്കാർ എന്നെ ഒത്തിരി കുറ്റപ്പെടുത്തി, ഒത്തിരി പ്രശ്നങ്ങൾ എനിക്ക് നേരിട്ടു. പക്ഷേ എത്ര പ്രശ്നങ്ങൾ നേരിട്ടാലും ഞാൻ ആത്മാക്കളെ നേടുന്ന കാര്യങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു, ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. My first believer is a prostitute. എന്റെ ആദ്യത്തെ വിശ്വാസി എന്ന് പറയുന്നത് ഒരു വ്യഭിചാരിയായിരുന്നു. Her name is Omena. Is already died. അവര് മരിച്ചുപോയി. അവരുടെ പേര് ഓമന എന്നാണ്. How I win her, you know? അവരെങ്ങനെയാണ് ഞാൻ രക്ഷിച്ചതെന്ന് അറിയാമോ? She's locally do the prostitute works. അവര് ലോക്കലായിട്ട് വ്യഭിചാര പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയായിരുന്നു. I know her. All township know her. ആ ടൗൺ മൊത്തം അവരെ കുറിച്ച് അറിയാം. Whenever she came for എന്താ പറയുക, പൊട്ടിനെന്താ പറയുന്നത്, ബിന്ദി, like that, bindi. So and also some chains or ornaments. I know her. എന്റെ കടയിൽ സാധനം പൊട്ട് വാങ്ങിക്കാനും മാല വാങ്ങിക്കാനും ഒക്കെ വരുമ്പോഴേ എനിക്ക് when I started to share the gospel of God to her, ഞാൻ യേശുവിന്റെ സുവിശേഷം അവരോട് പറയാൻ തുടങ്ങിയപ്പോ എന്റെ അപ്പം പറഞ്ഞ എന്നറിയോ, അവരോട് നീ ഇനി മിണ്ടിയോ നിനക്ക് നിന്റെ കാല് തല്ലി ഓടിക്കുമെന്നാണ്. Because she is well known for prostitute. കാരണം അവർ അത്രത്തോളം വ്യഭിചാര കാര്യങ്ങൾ ആ പട്ടണത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്. അവന് ചേച്ചി മരിക്കണേക്കാൾ മുമ്പ് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വരുമായിരുന്നു. അവന് ചേച്ചി മരിക്കണേക്കാൾ മുമ്പ് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വരുമായിരുന്നു. She wins so many souls. അവർ ഒത്തിരി ആത്മാക്കളെ നേടി. Thank you, Jesus. No, whenever I think about that first experience, I well up in my heart, the well up of joy is coming inside. എനിക്ക് ആദ്യത്തെ അനുഭവങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്ന സമയത്ത് ഒരു വലിയ സന്തോഷം എൻ്റെ ഉള്ളുകൊണ്ട് നിറയാനിടയാകും. So this year, win the soul. ഈ വർഷം ആത്മാക്കളെ നേടണം. How you enjoy the Christian life, let them enjoy also. Amen. എങ്ങനെയാണോ നീ ക്രിസ്തീയ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുന്നത്, അവർ കൂടെ അത് അനുഭവിക്കാൻ ഇടയാകട്ടെ. Share your experience. നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെച്ചാട്ടെ. Share the gospel of God. ദൈവത്തിന്റെ സുവിശേഷം പങ്കുവെച്ചാട്ടെ. Share Jesus is still alive. യേശു ഇപ്പോഴും ജീവിക്കുന്നെന്ന് പങ്കുവെച്ചാട്ടെ. Share Jesus is still doing miracles. യേശു ഇപ്പോഴും അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ പങ്കുവെച്ചാട്ടെ. അനേകരെ രക്ഷിക്കുവാൻ കർത്താവ് നിങ്ങളെയാണ് കണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലാണ് ദൈവം ചിലത് ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു നിമിഷം നമുക്ക് സാക്ഷ്യത്തിലേക്ക് പോകാം. ഓരോ സാക്ഷ്യവും നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ അത് നിങ്ങളോടുള്ള ബന്ധത്തിൽ കർത്താവ് സംസാരിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിലും ഒരു അത്ഭുതത്തെ കൊണ്ടുവരട്ടെ. അല്ല, നമ്മുടെ ഹൃദയത്തിൽ ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. അവരും കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കുവാനിടയാകട്ടെ. നമുക്ക് ആ സാക്ഷ്യത്തിലേക്ക് പോകാം. നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട ലീഡേഴ്സ് ആ സ്റ്റാലിൻ പറഞ്ഞ ഷീല സിസ്റ്ററുവാ. അവർ ഈ ദിവസങ്ങളിൽ എൻ്റെ കർത്താവ് ആക്സിഡൻറ്റിൽ നിന്ന് കർത്താവ് രക്ഷിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യവുമായിട്ടാണ് അവരായിരിക്കുന്നത്. ബ്രദർ എന്നെ പറഞ്ഞാട്ടെ. ബ്രദറെ, നമ്മൾ വെള്ളിയാഴ്ച രാവിലെ വീട്ടിൽ നിന്ന് പണിക്ക് പോകാൻ വേണ്ടിയിട്ട് അല്പസമയമായി. അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് പണിക്ക് പോകാൻ വേണ്ടിയിട്ട് സ്പീഡായിട്ട് വീട്ടിൽ നിന്ന് ബൈക്ക് എടുത്തിട്ട് വീട്ടിൽ നിന്ന് നല്ല ഒരു കുത്തിറക്കമാണ്. എനിക്കറിയാം, ഞാൻ വന്നിട്ടുള്ളതുകൊണ്ട് അറിയാം. ഓക്കെ. അതേ സ്പീഡിൽ പോയി വളഞ്ഞ സമയത്ത് ബൈക്ക് അതേ സ്പീഡിൽ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി.
മറിഞ്ഞു പോയി. അതേ സ്പീഡിൽ രണ്ടുപേരും ഉണ്ടായിരുന്നു. ഓക്കെ. വിളുന്നപ്പോൾ ഞാൻ റോട്ടിൽ കിടക്കണ്, ബൈക്കും റോട്ടിൽ, എൻ്റെ ഭാര്യ ഈ ചാനലിന്റെ സൈഡിൽ അങ്ങനെ വിളുന്ന് കിടക്കുകയാണ്. ചാനലിന്റെ സൈഡിൽ വീണ് കിടക്കുന്നു. ബ്രദർ റോഡിലും ബൈക്ക് റോഡിലുമാണ്. ഓക്കെ. ഭാര്യയും റോട്ടിൽ തന്നെ കോൺക്രീറ്റിന്റെ സൈഡിൽ കിടക്കണം. ഓക്കെ. അപ്പോൾ എല്ലാരും ഈ സൗണ്ട് കേട്ട് ഓടി കരഞ്ഞുകൊണ്ട് വരെയാണ്. അവിടെ ഉള്ളവർ അടുത്തുള്ളവർ വന്നു കൂടി ഓടി സൗണ്ട് വന്നു. ഓക്കെ. അപ്പോൾ ഞാൻ പതുക്കെ വിളിച്ചിട്ട് പറഞ്ഞ്, വിശ്വാസത്തോട് പറഞ്ഞ്, എനിക്ക് ഇവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞ കണ്ടപ്പോൾ എനിക്ക് കരയാനൊന്നും തോന്നിയില്ല. വിശ്വാസത്തോട് പറഞ്ഞ്, ശീല എനിക്ക് ഒന്നും ആയില്ല, നീ എളിയെന്ന് പറഞ്ഞ് കയ്യെ പിടിച്ച് അങ്ങനെ എളിപ്പിച്ച് അവള് പെട്ടെന്ന് അങ്ങ് എളിച്ചിട്ട് ഞാൻ പറഞ്ഞ്, എനിക്കൊന്നും ആയില്ല, നമുക്കൊന്നും ആയില്ല, നിങ്ങൾ പോയി, എനിക്കൊരു കുഴപ്പമില്ല, നമുക്ക് രണ്ടുപേരും ഒരു കുഴപ്പമില്ല. അങ്ങനെ വിശ്വാസത്തിന്റെ വാക്ക് വിശ്വാസത്തോട് നമ്മൾ പറഞ്ഞിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 കിലോമീറ്റർ പോയി അവിടെ ബൈക്ക് നിർത്തിയിട്ട് നോക്കി. ഭാര്യ പറഞ്ഞു ശരീരം മൊത്തം വേദനയായിരിക്കുന്നു. എനിക്കും വേദന ഉണ്ട്. അവിടെ പോയിരുന്നിട്ട് ആ റോട്ടിൽ നിന്നിട്ട് തന്നെ രണ്ടുപേരുമായിട്ട് കയ്യെ പിടിച്ചിട്ട് 1 സെക്കൻഡ് പ്രാർത്ഥിച്ചു. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ പോയി റോഡിൽ നിന്നിട്ട് എന്താ വെച്ചാൽ ഭാര്യയ്ക്കും സ്കൂളിൽ പോകണം, എനിക്കും പണിക്ക് പോകണം. ഇതിന്റെ ക്യാപ്പിലാണ് നമ്മൾ 1 കിലോമീറ്റർ പോയിട്ട് നിർത്തി കൈ കോർത്ത് പ്രാർത്ഥിച്ചു, ദൈവമേ നമുക്ക് ഒന്നുമില്ല. അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു കുഴപ്പമില്ല. ശീലാളെ എൻ്റെ അടുത്ത് പറഞ്ഞ്, ചേട്ടന് ഒരു കുഴപ്പമില്ല. നമ്മൾ ആ വിശ്വാസത്തോട് അവള് പണിക്ക് പോയി, ഞാനും മാർത്താണ്ഡത്തിന് ജോലിക്ക് പോയി. ഒരു പ്രയാസമില്ല എൻ്റെ കർത്താവോട്. സൗരങ്ങളെ നിങ്ങൾ കേൾക്കേണ്ട ഒരു വാക്കുണ്ട്. വീണ്ടും എഴുന്നേറ്റ് വിശ്വാസത്തിന്റെ വാക്കുകൾ ആദ്യം പറഞ്ഞു. പോകുന്ന വഴിക്ക് നോക്കിയപ്പോൾ കുറച്ച് വേദന എടുത്ത് വീണ്ടും വണ്ടി നിർത്തി. സ്ഥലമോ സാഹചര്യമോ അല്ല അവർ നോക്കിയത്. അവർ വീണ്ടും അവർ കൈ ഓർത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. റോഡിന്റെ സൈഡോ മറ്റുള്ളവരെ നോക്കുകയല്ല ചെയ്തത്. എന്റെ കർത്താവിനോടൊപ്പം അവരായിരിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുന്നുവെങ്കിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. വേറെ ഇത് ദൈവം ചെയ്തത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറെ ഹൃദയത്തിൽ നമ്മുടെ സഭയിൽ വന്നതിനെ കുറിച്ചുള്ള സന്തോഷം എന്തോ? ജീസസ് വേൾഡ് സഭയിൽ വന്നതിന് ശേഷം നമുക്ക് വിശ്വാസത്തിൽ ഇന്നും അധികമായി ബലപ്പെടാൻ പറഞ്ഞു. ഒവ്വൊരു വാക്കുകൾ പറയുമ്പോഴും നമ്മളെ കാര്യങ്ങൾ ഈ ലഘുവായിട്ട് നടക്കുന്നുണ്ട്. വിശ്വാസത്തിന്റെ വാക്കുകൾ പറയാനുള്ള ഒരു ധൈര്യം വന്നു. കാര്യങ്ങൾ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ അത് സിമ്പിളായിട്ട് നടക്കുകയും ചെയ്യും. ചില സമയം ചില ആവശ്യങ്ങൾ നമുക്ക് ഫ്രണ്ടിൽ വലുതായിട്ട് തോന്നും, മല പോലെ ഇരിക്കും. നമ്മൾ വിശ്വാസത്തോട് പറയും. ആ സമയം എവിടെയാണ് എങ്ങനെ നടക്കുന്നത് അറിയില്ല. അതിനെ വേറെ ദൈവത്തിന്റെ പ്രവർത്തികൾ എന്ന് പറയുന്നത്. മല പോലെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ വിശ്വാസത്തിന്റെ വാക്കുകളാൽ അതിനെ മാറ്റിക്കളയുകയാണ് ചെയ്തത്. ഈ ദിവസങ്ങളിൽ ബ്രദർ പഠിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്, വാക്കുകൾക്ക് ശക്തിയുണ്ട്. ആ ശക്തിയാണ് ബ്രദർ നെയിം ആ വേദനകളിൽ നിന്ന് എന്റെ കർത്താവ് സൗഖ്യമാക്കിയത്. എന്റെ കർത്താവ് കൊടുത്ത വലിയ സൗഖ്യത്തിനായി നന്ദി പറയുന്ന കരങ്ങളടിച്ച കർത്താവിന് നന്ദി പറയാണ്. ശക്തിയോടെ ദൈവത്തിന് നന്ദി പറയാണ്. പിന്നെ അന്ന് തന്നെ നമ്മൾ വൈകുന്നേരത്ത് വീട് വിസിറ്റിംഗ് പോയി. അന്ന് വിസിറ്റിങ്ങിനും പോയി, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുകയും ചെയ്തു. അതായത് ആ വീണതിന് ശേഷം വേറെ അതിനൊന്നും ജോലിക്ക് പോയി, വൈകുന്നേരം വന്ന് കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങുകയും ചെയ്തു. ആമേൻ. നല്ലൊരു ഐഡിയ കൊടുത്താട്ടെ. നൈറ്റ് വിജയൻ സാറിന്റെ വീട്ടില് സെൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അവിടെ അതും അറ്റൻഡ് ചെയ്തു. ഇതിൽ കൂടുതൽ ഞാൻ പറയാനൊന്നുമില്ല. തനിക്ക് മുമ്പിലുണ്ടായിരുന്ന സാഹചര്യത്തെ വിശ്വാസത്തിന്റെ വാക്കുകളാൽ ബ്രേക്ക് ചെയ്യുക മാത്രമല്ല ചെയ്തത്, തൻ്റെ വേലയെ, കർത്താവിൻ്റെ വേലയെ സന്തോഷത്തോടെ ചെയ്യുവാൻ ഇതിൻ്റെ ദൈവം റിവാർഡ് തന്നിരിക്കുന്നത്. എൻ്റെ കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ വിശ്വാസത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ സംസാരിച്ചാട്ടെ. നിങ്ങളുടെ ലൈഫിലും അത്ഭുതങ്ങളും അടയാളങ്ങളും നിറയപ്പെടുവാനായിത്തോടെ കരങ്ങളെ അടിച്ച കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവ് ചെയ്ത ഓരോ നന്മകൾക്കായി നന്ദി പറയാം. സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ, വചനങ്ങൾ കേൾക്കുമ്പോൾ അതിൽ വ്യാപരിക്കുന്നൊരു ദൈവശക്തിയുണ്ട്. ആ ശക്തി ഞാൻ ആയിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും, ഞാൻ ആയിരിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും എന്നെ പൂർണ്ണമായി വിടുവിക്കുവാൻ തക്കവണ്ണം ബലമുള്ളതാണ്. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. അപ്പോൾ അതിനോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ്, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവേ. എനിക്കൊരു വ്യക്തിയെ കാണാം. ആ വ്യക്തിയുടെ ഞരമ്പുകൾ മുഴുവനും, നെർവ്സ് മുഴുവനും കംപ്ലൈൻ്റ് ആയിട്ട്, താൻ വിചാരിക്കുന്ന പോലെ തനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ദേഹം മുഴുവൻ വേദന തോന്നുന്നൊരവസ്ഥ. ശരിയായ വിധത്തിൽ നടക്കാൻ കഴിയുന്നില്ല, ഇരിക്കാൻ കഴിയുന്നില്ല. തൻ്റെ മൈൻഡിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന വിധത്തിൽ തൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യമായിരിക്കുക. എന്നാൽ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവജനം പറയുന്നത്,
രോഗസൗഖ്യം ദൈവം അവന് അവകാശമായി നൽകിയിരിക്കുന്നു, ആരോഗ്യത്തെ കർത്താവ് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് നെഞ്ചിലോട്ട് കൈവച്ചാട്ടെ. അപ്പോൾ ആ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ, ഈ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ അപ്പാ. ഈ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ. അവിടുത്തെ അത്ഭുതങ്ങൾ ചലിക്കട്ടെ അപ്പാ. ഈ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ അപ്പാ. അവിടുത്തെ ശ്രേഷ്ഠതയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. കുടുംബങ്ങളിൽ ദൈവകൃപ ചലിക്കട്ടെ അപ്പാ. കുടുംബങ്ങളിൽ ദൈവകൃപ ചലിക്കട്ടെ അപ്പാ. കുടുംബങ്ങളിൽ ദൈവകൃപ ചലിക്കട്ടെ അപ്പാ. എനിക്കൊരു വ്യക്തിയെ കാണാം. ആ വ്യക്തി ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ നന്മകൾ വരുമ്പോൾ ആ വ്യക്തി അതിന് സന്തോഷിക്കുകയും അതിൽ നന്ദി പറയുകയും ചെയ്യുന്നു. എന്നാൽ അതേപോലെ തന്നെ താൻ പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യം വന്നാൽ അതേപോലെ നേരെ തിരിയും. ഇതുവരെ പറയാത്ത വാക്കുകൾ തൻ്റെ വായിൽ നിന്ന് വരും. ഐ മീൻ ദൈവ വ്യവസ്ഥയ്ക്ക് യോഗ്യമല്ലാത്തത് തൻ്റെ വായിൽ നിന്ന് വരും. ആ വ്യക്തിയോട് കർത്താവ് സംസാരിക്കുക, ദൈവത്തോട് ചേർന്നിരിപ്പാൻ സംസാരിക്കുക, നിന്റെ വാക്കുകളെ കൺട്രോൾ ചെയ്യാൻ സംസാരിക്കുക, അതിനെ അരുതാത്തത് നിന്റെ വായിൽ നിന്ന് നീക്കുവാൻ സംസാരിക്കുക. കർത്താവേ, കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ ചലിക്കട്ടെ അപ്പാ. ഈ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ ചലിക്കട്ടെ അപ്പാ. ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയട്ടെ അപ്പാ. ദൈവത്തിൻ്റെ നന്മകൾ കൊണ്ട് നിറയട്ടെ അപ്പാ. നന്ദി പറയുന്നപ്പാ, നന്ദി പറയുന്ന കർത്താവേ, നന്ദി പറയുന്നപ്പാ. ദൈവത്തെ അനുഭവിക്കട്ടെ അപ്പാ. ഈ കുടുംബങ്ങൾ ദൈവത്തെ അനുഭവിക്കട്ടെ അപ്പാ. എന്നോടൊപ്പമായിരിക്കുന്ന ഓരോ വീടുകളിലും ദൈവത്തിൻ്റെ ശക്തി ചലിക്കട്ടെ അപ്പാ. അത്ഭുതങ്ങൾ കാണട്ടെ അപ്പാ. അത്ഭുതങ്ങൾ കാണട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ സ്നേഹത്തിലും നിറവിലും നമുക്കായിരിക്കാം. ഗോഡ് ബ്ലസ് യു.